മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ ബി.ജെ.പി. അധികാരത്തിലുള്ള പത്തനംതിട്ട പന്തളം നഗരസഭയിലും അധ്യക്ഷയും ഉപാധ്യക്ഷയും രാജിവെച്ചു. നാളെ അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കാനിരിക്കുകയാണ് അധ്യക്ഷ സുശീല സന്തോഷും ഉപാധ്യക്ഷ യു രമയും രാജിവെച്ചത്. വിവരങ്ങൾ സേഫ് നൽകും. സേഫ്, ഈ പത്തനംതിട്ടയിൽ പ്രത്യേകിച്ച് പന്തളം ബി.ജെ.പിയിൽ വലിയ കലഹങ്ങൾ ഈ അടുത്തിടെയൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ തുടർച്ചയായാണോ ഇവരുടെ രാജ്യസമർപ്പണം? നാളെ അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്യാനിരിക്കുകയായിരുന്നു അജി. നാളെ അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്യുകയും അത് ചർച്ചയ്ക്കെടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ബി.ജെ.പി. അവിടെ പരാജയപ്പെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നുണ്ടായിരുന്നു. 18 അംഗങ്ങളാണ് നഗരസഭയിൽ ബി.ജെ.പിക്ക് അവിടെ ഉണ്ടായിരുന്നത്. 10 അംഗങ്ങൾ ഇടതുമുന്നണിക്കും 5 അംഗങ്ങൾ UDF-നുമുണ്ട്. ഈ രണ്ടുപേരും, അതായത് LDF-ഉം UDF-ഉം അതിനകത്ത് ഒത്തുചേർന്നുകൊണ്ട് ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരികയാണ് ചെയ്തത്. ഇതിനൊപ്പം 18 പേരുണ്ടായിരുന്ന ബി.ജെ.പിയുടെ അംഗങ്ങളിൽ 3 പേർ ഒരു വിമത സ്വരം ഉയർത്തിക്കൊണ്ട് ഈ പറയുന്ന പ്രതിപക്ഷത്തിനൊപ്പം നിൽക്കുകയും ചെയ്തു. അങ്ങനെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ട് ബി.ജെ.പി. അവിടെ പരാജയപ്പെടും എന്ന കാര്യത്തിൽ ഉറപ്പായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് നഗരസഭയുടെ അധ്യക്ഷയും ഉപാധ്യക്ഷയും രാജിവെച്ചുകൊണ്ട് അതിനെ നേരിടാൻ വേണ്ടിയുള്ള തീരുമാനമെടുത്തിരിക്കുന്നത്. അവിടെയും പ്രതിസന്ധികൾ അവസാനിക്കുന്നില്ല. ഇനി പുതിയ അധ്യക്ഷയെ തിരഞ്ഞെടുക്കണം, അല്ലെങ്കിൽ ഉപാധ്യക്ഷയെ തിരഞ്ഞെടുക്കണം. അപ്പോൾ വീണ്ടും വോട്ടെടുപ്പിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുകയാണ്. അതിനുള്ളിൽ ഈ വിമതസ്വരം ഉയർത്തിയിരിക്കുന്ന 3 പേരെ ചർച്ച ചെയ്ത് ആ വിഷയം പരിഹരിക്കാം എന്ന വിലയിരുത്തലിലേക്കാണ് ബി.ജെ.പി. നേതൃത്വം എത്തിച്ചേർന്നിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ പെട്ടെന്നത് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ബി.ജെ.പി. അവിടെ പരാജയപ്പെടും എന്ന കാര്യത്തിൽ സംശയമില്ല. 2 നഗരസഭകളാണ് കേരളത്തിൽ ബി.ജെ.പി. ഭരിക്കുന്നത്. ഒന്ന് പാലക്കാടായിരുന്നു, രണ്ടാമത് പന്തളമാണ്. ആ പന്തളത്താണ് ഇങ്ങനെ ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇതിനെ രാഷ്ട്രീയമായി എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്ന ആലോചന പ്രതിപക്ഷ കേന്ദ്രങ്ങളിൽ നടക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ അതിൻ്റെ കൂടുതൽ ചർച്ചകളും കൂടുതൽ വാർത്തകളും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം അജി.